കാസർഗോഡ് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന് തറക്കല്ലിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക് വീണ്ടും. ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളെ പോലും അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ മറ്റുള്ളവരെ കാര്യം പറയാനുണ്ടോ? സാമ്പത്തിക ശേഷിയല്ല ഇതിൽ പ്രശ്നമായിട്ട് വരുന്നത്. നമ്മുടെ നാട്ടിലെത്തുമ്പോൾ രണ്ടും ഒന്നിച്ചു ചേരുകയാണ്. ഒന്ന് ഇടതുപക്ഷ വിരോധം, അതിനോടൊപ്പം അന്ധമായ മാർക്സിസ്റ്റ് വിരോധം. എങ്ങനെയെങ്കിലും ഈ ഹലാക്ക് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന ചിന്ത. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുകൂടി വരുമ്പോൾ ലാഭമായി. ഈ ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നതായി കാണാൻ പറ്റും. ഇടതുപക്ഷത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അവർക്ക് മാധ്യമങ്ങളുമുണ്ട്. ആ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ എതിർക്കാൻ പുറപ്പെട്ടാൽ അതിനത്രത്തോളം വിശ്വാസ്യത കിട്ടില്ല, പിന്നെ വേണ്ടത്ര പ്രചരണവുമില്ല. അപ്പൊ ആ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ എത്രയോ കാലമായി ചുമതല ഏറ്റെടുത്ത് നീങ്ങുന്നവര് നമ്മുടെ നാട്ടിൽ ചിലരുണ്ട്. അവര് ഈ ഒരു സന്ദർഭം ഇടതുപക്ഷത്തെ ആകെ അങ്ങ് ഇല്ലാതാക്കാൻ പറ്റുമോ കൊണ്ടുപിടിച്ച് ശ്രമിക്കാൻ. ഇക്കാര്യത്തില് ഒന്നേ പറയാനുള്ളൂ, ഇടതുപക്ഷത്തിനെതിരെയുള്ള പ്രചരണവും നീക്കങ്ങളും ആദ്യമായിട്ടുണ്ടാകുന്ന കാര്യമല്ല. എന്നു തൊട്ട് ഈ പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ ആ കാലം തൊട്ടേ ഇടതുപക്ഷത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിപിഎമ്മിന് മുഖ്യമന്ത്രി കാസർഗോഡ് പരിപാടിയിൽ സംസാരിച്ചതിന്റെ തത്സമയ സംപ്രേഷണമാണ് കേട്ടത്.